ഹായ് ഗൈസ്, നമ്മളിന്ന് നമ്പർ സിസ്റ്റത്തിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്പർ സിസ്റ്റം ഫുൾ കൺസെപ്റ്റ് പാർട്ട് 1 വീഡിയോ ആയിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം ഇത് നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 144, 180, 240 HCF ആണ് കണ്ടുപിടിക്കേണ്ടത്, അഥവാ ഉസാഗയാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ചെയ്യേണ്ടത് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. പ്രൈം നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതുക. 144നെ 2⁴ ഇൻറ്റു 3² എന്നുള്ള രീതിയിൽ എഴുതാം. 180നെ 2² ഇൻറ്റു 3² ഇൻറ്റു 5 എന്നുള്ള രീതിയിൽ എഴുതാം. 240നെ 2⁴ ഇൻറ്റു 3 ഇൻറ്റു 5. ഇനി HCF എന്ന് പറഞ്ഞാൽ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തതിൽ ഏറ്റവും ചെറിയ പവർ വരുന്നതെല്ലാം എടുക്കുക, കോമൺ ആയിട്ട് വരുന്നതിൽ. ഇപ്പോൾ കോമൺ ആയിട്ട് എന്തെല്ലാം ഉണ്ട്? 2 ഉണ്ട്, 3 ഉണ്ട് കോമൺ ആയിട്ട്. 2ൽ ഏറ്റവും പവർ കുറഞ്ഞത് എന്നാ? 2². 3ൽ ഏറ്റവും പവർ കുറഞ്ഞത് എന്നാണ്? 3. അപ്പോൾ 2² ഇൻറ്റു 3 ചെയ്യുമ്പോൾ 4 ഇൻറ്റു 3 12 എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ LCM കാണാനാണ്. 12, 18, 24. LCM എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ലെസ്സാകും. നേരത്തെ ചെയ്തതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രൈം ഫാക്ടേഴ്സിൻ്റെ മൾട്ടിപ്പിളായിട്ട് എഴുതും. 2² ഇൻറ്റു 3, 2 ഇൻറ്റു 3², 2³ ഇൻറ്റു 3. ഇനി LCM എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് വരുന്നതിൽ ഹയസ്റ്റ് പവർ എടുക്കുക. കോമൺ ആയിട്ട് 2 ഉണ്ട്, 3 ഉണ്ട്, മൂന്നെണ്ണത്തിലും. അതിൽ ഹയസ്റ്റ് പവർ എന്നാ? 2³ 3². അത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 8 ഇൻറ്റു 9 72 എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ 98,765നെ 9 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര? നമ്മളിത് ഡിവിസിബിലിറ്റി റൂൾ വെച്ചാണ് ചെയ്യുന്നത്. 9ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ ഓർമ്മിച്ച് വെക്കുക. ഡിജിറ്റിൻ്റെ സമ്മ് 9ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ ഹോൾ നമ്പറും 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ 98,765 നമ്മൾ 9 കൊണ്ട് ഹരിച്ച് ഇഷ്ടം കണ്ടുപിടിക്കുന്നതിനേക്കാൾ നല്ലത് ഡിജിറ്റിൻ്റെ സമ്മ് എടുക്കുക. സമ്മ് 35 വരും. അതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണോ വരുന്നത് അതുതന്നെയായിരിക്കും ഈ ഹോൾ നമ്പറിനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ റിമൈൻഡർ വരുന്നത്. അപ്പോൾ ഇവിടെ 8 വരും. ഫോർത്ത് ക്വസ്റ്റ്യൻ 1 മുതൽ 100 വരെ എത്ര അഭാജ്യസംഖ്യകളുണ്ട്? അഭാജ്യസംഖ്യകൾ എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നത്. 1ഉം ആ സംഖ്യയും മാത്രം ഘടകങ്ങളായിട്ട് വരുന്ന സംഖ്യകളെയാണ് അഭാജ്യസംഖ്യകൾ എന്ന് പറയുക. 2ആണ് ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ. ഒരേ ഒരു ഈവൺ അഭാജ്യസംഖ്യയും 2ആണ് എന്നുള്ള കാര്യമൊക്കെ കഴിഞ്ഞ പാർട്ടിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. 1 മുതൽ 100 വരെ 25 അഭാജ്യസംഖ്യകളാണുള്ളത്. ഏതൊക്കെയാണെന്ന് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നോക്കി മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 243 ഗുണിക്കണം 243 ഗുണിക്കണം 243 3 എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. 243 പറഞ്ഞാൽ 3⁵ ആണ്. അപ്പോൾ 3⁵ ഇൻറ്റു 3⁵ ഇൻറ്റു 3⁵. ഗുണിക്കുക എന്ന് പറഞ്ഞാൽ കൃതികൾ കൂട്ടുക. അപ്പോൾ 5 കൂട്ടണം 5 കൂട്ടണം 5 15. അപ്പോൾ 3⁵15 ആണ് അതിന് ആൻസർ. അപ്പോൾ 15 ആയെന്ന് അവിടെ ആൻസറായിട്ട് വരിക. അടുത്തത് 0.36 ഈക്വൽ ടു എത്രയോ ബൈ 25 അംശമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് 0.36 എങ്ങനെ എഴുതാം? 36/100 എന്ന് എഴുതാം. അതൊക്കെ എങ്ങനെയായിരിക്കും എന്ന് അറിയായിരിക്കും. പോയിന്റിന് ശേഷം 2 സ്ഥാനങ്ങളുള്ള, അപ്പോൾ ബൈ 100 വരും. ഒരു സ്ഥാനമാണെങ്കിൽ ബൈ 10 വരട്ടി. ഇനി രണ്ടും കൂടെ കമ്പയർ ചെയ്യുക. 36/100 ഉണ്ട്, അപ്പുറത്തെ അംശം അറിയില്ല, പക്ഷെ ചെയ്ത് 25 ഉണ്ട്. 100നെ എന്ത് ചെയ്താലും 25 കിട്ടുക? 4 കൊണ്ട് ഡിവൈഡ് ചെയ്താലേ കിട്ടുക. അപ്പോൾ ഇപ്പുറത്തും 36നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 9 കിട്ടും. 9/25 ആണ് 0.36. ഏഴാമത്തെ ക്വസ്റ്റ്യൻ 2⁻10 എത്ര? 2⁵5 32 നമുക്കറിയാം. 2⁵5 ഇൻറ്റു 2⁵5 ആണ് 2⁻10 വരിക. നേരത്തെ പറഞ്ഞ കണക്കെ കൃതികൾ തമ്മിൽ കൂട്ടുക ചെയ്യുക. അപ്പോൾ 2⁵5 32 ആണ്. 32 കൂട്ടണം 32 1024 ആണ് 2⁻10 വരിക. PSCയിൽ ബൈനറി ഒക്കെ വരലുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ആക്കിയത്. അടുത്തൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. HCF ഓഫ് AB ഇൻറ്റു LCM ഓഫ് AB എന്താണെന്ന്. അത് A ഇൻറ്റു B ആണ്. നമ്മളിത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്, കൺസെപ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ പോയി നോക്കുക. അപ്പോൾ A ഇൻറ്റു B ആണ് ആൻസർ വരിക.
പിന്നെ 0 ഫാക്ടോറിയൽ എത്ര, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. 0 ഫാക്ടോറിയലൊക്കെ പി എസ് സിയിൽ വരുന്നതാണ്. 0 ഫാക്ടോറിയൽ 1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7^100 ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ത്? മിക്ക കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. വളരെ സിമ്പിളാണ്. 7^100 7ൻ്റെ പാറ്റേൺ ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ 7^1 എന്ന് പറയുമ്പോൾ 7 വരും, അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 7 ആണ് വരിക. 7 സ്ക്വയറിൽ 49 വരും, ലാസ്റ്റ് ഡിജിറ്റ് 9 ആണ്. ഇനി ക്യൂബിലെ ലാസ്റ്റ് ഡിജിറ്റ് 3 ആണ് വരിക. 7^4 1 ആണ്. ഇതാണ് പാറ്റേൺ ആയിട്ട് പോവുക. അപ്പോൾ നമുക്ക് ഉള്ളത് 100 ആണ്. 100നെ നമുക്ക് 4 കൊണ്ട് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. റിമൈൻഡർ 0 വരുന്ന രീതിയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 4ൻ്റെ പാറ്റേൺ അനുസരിച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാവുക. അപ്പോൾ 4ൻ്റെത് വെച്ച് നോക്കുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ്. അപ്പോൾ 7^100ൻ്റെയും ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. 11ാമത്തെ ക്വസ്റ്റ്യൻ 3, 5, 7, 9 ഈ സമാന്തര ശ്രേണിയിലെ 50ാം പദം എത്ര? പദം കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ് ആ ബോക്സിൽ ഇട്ടിട്ടുള്ളത്. a+n-1 × d. ഇതിലെ ആദ്യ പദം, n പദങ്ങളുടെ എണ്ണം, d പൊതുവ്യത്യാസം. പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്രയെന്ന് കൂട്ടി പോകുന്നത്. അപ്പോൾ ആദ്യ പദം 3, പൊതുവ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കും? 3 + 2 ആണ് 5, 5 + 2 ആണ് 7, 7 + 2 ആണ്. അപ്പോൾ പൊതുവ്യത്യാസം വരുന്നത് 2 ആണ്. എത്രാമത്തെ പദം കണ്ടുപിടിക്കേണ്ടത്? 50ാമത്തെ. അപ്പോൾ n 50 വരും. ആ ഇക്വേഷനിലിട്ടപ്പോൾ 3 + 98 വരും, 101 ആൻസർ വരും. അടുത്തത് 1 മുതൽ 50 വരെയുള്ള ഒറ്റസംഖ്യകളുടെ തുക കാണുക. ആദ്യത്തെ n ഒറ്റസംഖ്യകളുടെ തുക n² എന്നുള്ള ഇക്വേഷൻ വെച്ചാൽ കണ്ടുപിടിക്കുക. 1 മുതൽ 50 വരെ 25 ഒറ്റസംഖ്യകളാണുള്ളത്. അപ്പോൾ 25ൻ്റെ സ്ക്വയർ എടുക്കുക, 625. ഇനി ഇതേ സ്ഥാനത്ത് എണ്ണൽ സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ n × n+1/2 എന്നുള്ള ഇക്വേഷനാണ്. ഫോർ എക്സാമ്പിൾ, ആദ്യത്തെ ഒരു 5 എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാം. അപ്പം n സ്ഥാനത്ത് 5 വരും. 5 × 6/2 30/2 15 എന്ന് ആൻസർ വരും. 13ാമത്തെ ക്വസ്റ്റ്യൻ 2, 4, 8, 16 ഈ ശ്രേണിയിലെ അടുത്ത പദം എത്ര? ഇത് ഒരു ജി പി ആണ്. നേരത്തെ നമ്മൾ സമാന്തര ശ്രേണി കണ്ടത് AP ആണ്. ഇതൊരു ജി പി ആണ്. അതായത് നേരത്തെ കൂട്ടി പോകുന്നതിന് പകരം ഇവിടെ ഗുണിച്ച് പോകുന്നു. അപ്പോൾ 2നെ 2 കൊണ്ട് ഗുണിച്ചത് 4, 4നെ 2 കൊണ്ട് ഗുണിച്ചത് 8, 8നെ 2 കൊണ്ട് ഗുണിച്ചാൽ 16. അപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത് എന്ത് വരും? 16നെ 2 കൊണ്ട് ഗുണിച്ച് 32 ആയിരിക്കും അടുത്ത പദം വരിക. ഇതുവരെ പറഞ്ഞതെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. 24, 36, 60 അതിൻ്റെ LCM കണ്ടുപിടിക്കുക. 9876നെ 11 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര? ഈ 2ൻ്റെ ആൻസർ കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെന്നോ അല്ല ഇതിലെന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ ഡൗട്ട് ഉണ്ടെങ്കിലോ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉപകാരപ്പെടുമെന്ന് തോന്നുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.